ഓഫ് ക്വാണ്ടിറ്റീസ് ഇത്ര തന്നെയാണ്. അതിനെപ്പറ്റി അല്ല ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു 30 ലക്ഷം രൂപയുടെ ഒരു 50 ലക്ഷം രൂപയുടെയോ ഒരു പ്രൊജക്ട് ഇത് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിൽ സ്ക്വയർ ഫീറ്റ് റേറ്റിലല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണ് ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്, സ്ക്വയർ ഫീറ്റിന് 2000 രൂപ വെച്ചിട്ട് ഇപ്പൊ ഒരു 30 ലക്ഷം രൂപ ഇങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അത്രേ നമ്മൾ കാണത്തുള്ളൂ. അതിന് എക്സ്ട്രാ എന്നുള്ള കാര്യമൊന്നും അധികം നമ്മുടെ തലയ്ക്കകത്ത് ഉണ്ടാകത്തില്ല. എക്സ്ട്രാ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണല്ലോ. സ്ക്വയർ ഫീറ്റിലാണല്ലോ അവർ ചെയ്യുന്നത്. എന്തായാലും സാധാരണക്കാർക്ക് അത് മനസ്സിലായെന്നോ അല്ലെങ്കിൽ എത്രമാത്രം വരും എന്ന കാര്യത്തിൽ അവർക്ക് ഐഡിയ എടുക്കും. ഉടുപ്പ് ഒരു 50,000 രൂപ കൂടുതലാകും അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൂടുതലായെന്നിരിക്കും ഇന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര വരും? മിനിമം ഒരു 36-38 മിനിമം വരും. 30 ലക്ഷത്തിന് വീട് വയ്ക്കാൻ നിൽക്കുന്ന അവസാനം ലോൺ എടുത്തിട്ട് പൈസ തീർക്കുള്ള പരിപാടി കടത്തിൽ തീർക്കേണ്ടി വരും. അവസാനം കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് കണ്ണിൽ കണ്ണീരോടുകൂടിയായിരിക്കും പലരും ആ ഒരു താക്കോല് മേടിക്കുന്നത്. അതൊരു വല്ലാത്തൊരു പ്രശ്നമുണ്ടോ? നമുക്കിതെങ്ങനെ സൊല്യൂഷൻ ഉപയോഗിക്കും? ലോ കോൺഷ്യസ്